PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട നടപടി പുനഃപരിശോധിക്കുന്ന നടപടികളിൽ അനിശ്ചിതത്വം. പുനഃപരിശോധനയ്ക്കായി രൂപീകരിച്ച മന്ത്രിസഭാ ഉപസമിതി ഒരു തവണ പോലും യോഗം ചേർന്നില്ല. മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം വൈകുന്നതിൽ CPIക്ക് അതൃപ്തിയുണ്ട്. 24 എക്സ്ക്ലൂസീവ്. മന്ത്രിസഭയോ മുന്നണിയോ അറിയാതെ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് LDF-ൽ വൻ വിവാദമായിരുന്നു. CPI അഴിച്ചുവിട്ട കലാപം ആളിപ്പടർന്നപ്പോൾ CPIM അടിയറവ് പറയാൻ നിർബന്ധിതമായി. CPIM കേന്ദ്ര നേതൃത്വം മുൻകൈയെടുത്തുണ്ടാക്കിയ സമാധാന സന്ധിയിൽ ഉരുത്തിരിഞ്ഞ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ രണ്ടായിരുന്നു. ഒന്ന്, പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകുക. രണ്ട്, പദ്ധതി പുനഃപരിശോധിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കുക. തീരുമാനമെടുത്ത് 2 ആഴ്ച വൈകി കത്തയച്ചു. എന്നാൽ മന്ത്രിസഭാ ഉപസമിതി ചേരുന്നതിൽ അനിശ്ചിതത്വം തുടരുകയാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ തിരക്ക് കഴിഞ്ഞിട്ടും നിർണായക രാഷ്ട്രീയ പ്രശ്നത്തിൽ രൂപീകരിച്ച ഉപസമിതി എന്ന് യോഗം ചേരുമെന്നതിൽ വ്യക്തതയില്ല. യോഗം ചേരാത്തത് എന്തുകൊണ്ടാണെന്ന കാര്യത്തിൽ ഉപസമിതി അംഗങ്ങളായ മന്ത്രിമാർക്കും തിട്ടമില്ല. യോഗം വൈകുന്നതിൽ CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. എന്നാൽ നേതൃത്വം പരസ്യ പ്രതികരണത്തിന് തയ്യാറാകുന്നില്ലെന്ന് മാത്രം. ഉപസമിതി ചേരാൻ വൈകിയാൽ പുനഃപരിശോധന അത്രയും വൈകുമല്ലോ എന്ന് ആശ്വാസം കൊള്ളുന്നവരും CPI നേതൃത്വത്തിലുണ്ട്. അടുത്ത മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉപസമിതി ചേരുന്ന തീയതി നിശ്ചയിക്കുമെന്ന് സമിതി അധ്യക്ഷൻ V. ശിവൻകുട്ടി 24നോട് പറഞ്ഞു. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.